ഹലോ ഫ്രണ്ട്സ്, എന്താ എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കിവിടെ സുഖമായിട്ടിരിക്കണം, നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, ഫസ്റ്റ് ടൈമാണ് നമ്മളെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിൽ കണ്ട പോലെ നമ്മളെ കല്യാണത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള വീട് പെയിൻ്റ് അടിക്കലും കാര്യങ്ങളും അങ്ങനെ ഓരോ തിരക്കാണ് കേട്ടോ. വീട് പെയിൻ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്നുകൊണ്ട് നിൽക്കുന്ന വീട്ടിൽ പെയിൻ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്, ഭയങ്കര പ്രയാസമാണ്. ഒരു മുട്ടുസൂചി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മീൻ വറുക്കാനായിട്ട് ഉച്ചക്കൊക്കെ മീനും ചോറും എന്തെങ്കിലും ഒരു നമ്മൾ വെണ്ടക്ക തീയലാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. വെണ്ടയ്ക്കയും തക്കാളി ഇട്ടിട്ട്. അപ്പം മീൻ നമ്മൾ പൊരിക്കാനൊക്കെ എല്ലാം എടുത്ത് പൊരിക്കില്ല, ഉച്ചക്കൊക്കെ വേണ്ടത് മാത്രമേ എടുക്കുള്ളൂ. ബാക്കി ഫ്രിഡ്ജിൽ മസാല തേച്ച് വെക്കലാണ് കേട്ടോ. അങ്ങനെയാണ് ചെയ്യൽ. പൊരിച്ച് വെച്ചാൽ അത് ഫുള്ളായിട്ട് കഴിയും. അപ്പോൾ മസാലയൊക്കെ കൂട്ടിയിട്ട് എന്താട്ടും ഇങ്ങനൊരു പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യൽ. ആവശ്യത്തിനെടുത്ത് പൊരിക്കുക ചെയ്യൽ. ഈ പെയിൻ്റ് അടിയൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ പ്രത്യേകിച്ചും, അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, ഇപ്പോൾ പെയിൻ്റ് അടിയൊക്കെ തുടങ്ങി പ്രത്യേകിച്ചും എന്ത് കാട്ടും, എന്തെങ്കിലും ഒരു മീൻ വറുത്തതോ മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ ഇറച്ചിയോ അല്ലെങ്കിൽ ചിക്കനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കും. ഒരു ചോറും അതിക്ക് എന്തെങ്കിലും ഒരു ഇതും അങ്ങനെ കൂട്ടാനുമായിട്ട് ഉണ്ടാക്കൽ, അല്ലാതെ വിശാലമായിട്ടൊന്നും നമ്മൾ ഉണ്ടാക്കലില്ല. മീനൊക്കെ റെഡിയാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ നമ്മൾ വെണ്ടയ്ക്കയും പുളിയും തക്കാളി ഇട്ടിട്ട് വെണ്ടക്ക തീയലാണ് ഉണ്ടാക്കുന്നത്. ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് വെച്ച് നല്ല രസമാണ് കേട്ടോ ചോറിനൊക്കെ കൂട്ടാൻ. ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ച് ഫുഡൊക്കെ ആക്കി ഉച്ചക്കൊക്കെ ആക്കി വെച്ചിട്ട് നമ്മൾ അടുത്ത വീട്ടിൽ തന്നെ ഒരു പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ അങ്ങനെ നോക്കണ ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് ആൾ വന്നിരുന്നു കേട്ടോ, PHCന്ന്. അങ്ങനെ അത് നോക്കാൻ വേണ്ടിയിട്ട് പോയി. ഇമ്മയൊക്കെ അങ്ങോട്ട് പോയി. എല്ലാവരും മേലെ അമ്മായിൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ അത് നോക്കണത്. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും അങ്ങനത്തെ ഒന്നുമില്ല. ബ്ലഡ് കുറച്ച് കുറവാണ്. അതിന് ഇതേപോലെ മെഡിസിനൊക്കെ തന്ന് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ ഭയങ്കര പെയിൻ്റ് അടിൻ്റെ തിരക്കിലാണ്. കല്യാണമൊക്കെ ആവാനായില്ലേ, ഡിസംബറിലാണ് കല്യാണം. ഇളച്ചൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ കല്യാണം വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് വീടൊക്കെ പെയിൻ്റ് അടിക്കുകയാണ്, ഫുള്ളായിട്ട് പെയിൻ്റ് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുക്കളേൻ്റെ ചിമ്മിനിയൊക്കെ ആകെ വൃത്തികേടായിരുന്നു. ഓരോ നോമ്പിനും കഴുകുമ്പോൾ വീടൊക്കെ കഴുകി വൃത്തിയാക്കുമ്പോൾ ഇതേപോലെ പേപ്പറൊക്കെ ഒട്ടിച്ച് ശരിയാക്കണതാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ ആകെ വൃത്തികേടാക്കി അതൊക്കെ പറിച്ച് കളഞ്ഞ് പാത്രങ്ങളും എല്ലാ സാധനവും പുറത്തെടുത്ത് അതൊരു പണി തന്നെ കഴിഞ്ഞിട്ടോ. ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ അയ്യോ ഇത്ര പെട്ടെന്ന് ഇതൊക്കെ ആക്കി തീർത്തല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ട് കേട്ടോ. ഇപ്പോൾ വീട് പെയിൻ്റ് അടിക്കലൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വീട് പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയ സമയത്ത് മഴയായിരുന്നു കേട്ടോ. രാവിലെ തൊട്ട് എപ്പോഴും നല്ല മഴയില്ലെങ്കിലും അങ്ങനെ ചാറിയോണ്ട് നിന്നിരുന്നു. ഇപ്പോഴേതായാലും മഴയൊന്നുമില്ല, വെയിലൊക്കെ ആയി. അങ്ങനെ ഏകദേശം എല്ലായിടത്തും പെയിൻ്റ് അടിച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ചതും കാര്യങ്ങളൊക്കെ കാണിക്കാൻ നിൽക്കുമ്പോൾ തന്നെ വീഡിയോ നല്ല ലെങ്ത്തായി പോവും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചുരുക്കിയതാണ്. വീഡിയോൻ്റെ ലാസ്റ്റ് വീട് ഫുള്ളായിട്ടൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. വൃത്തിയാകാൻ വേണ്ടിയിട്ടാണെങ്കിൽ വീടിൻ്റെ ചിമ്മിനീൻ്റെ ഉള്ളിലൊന്നും ആരും ഇങ്ങനെ പേപ്പറൊന്നും ഒട്ടിക്കരുത് കേട്ടോ. അവർ പെയിൻ്റ് അടിക്കാർ പറഞ്ഞപ്പോഴാണ് പിന്നെ മനസ്സിലായത് അവർ പറിക്കാനും അത് ഇളക്കിയെടുക്കാനൊക്കെ ഭയങ്കര പ്രയാസപ്പെട്ടു. ഇളക്കിയെടുത്തപ്പോൾ നല്ലോണം പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോകുന്ന ഭയങ്കര പെയിൻ്റ് അടിക്കാനൊക്കെ നല്ല പ്രയാസപ്പെട്ടിരുന്നു കേട്ടോ അവർ. അപ്പോൾ എന്തായാലും അങ്ങനെ നല്ല വൃത്തിയിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പകുതി വരെ അല്ലെങ്കിൽ ടൈലൊട്ടിക്കുക അല്ലെങ്കിൽ വാൾപേപ്പർ ഒട്ടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിയായിട്ട് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അല്ലാതെ നമ്മൾ ഈ മൈദപ്പശ വെച്ചിട്ട് പേപ്പർ ഇങ്ങനെ ഒട്ടിക്കാൻ നിന്നാൽ ആകെ വൃത്തികേടാവും കേട്ടോ. അപ്പോൾ അടുക്കളയൊക്കെ മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു കേട്ടോ. ഒരു പിസ്ത കളറ് പച്ചയാണ് അടുക്കള അടിച്ചത്, ബാക്കി എല്ലായിടത്തും ഫുൾ വൈറ്റാണ് കേട്ടോ അടിച്ചിട്ടുള്ളത്, പെയിൻ്റ് അടിച്ചിട്ടുള്ളത്. വീഡിയോയിൽ അത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അറിയാൻ പറ്റുന്നുണ്ട് നമുക്കറിയില്ല. ഇപ്പോൾ ഇതാ വീടിൻ്റെ ചിമ്മിണി അടുക്കളയൊക്കെ ഇതാ ഉഷാറായിട്ടുണ്ട് കേട്ടോ. പെയിൻ്റ് അടിയൊക്കെ അടുക്കളയത്തൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീടിൻ്റെ റൂമുകളും
സിറ്റ് ഔട്ടും റൂമും അടുക്കളയും ഡൈനിങ് ഹാളൊക്കെ ഉഷാറായിട്ടുണ്ട് കേട്ടോ. പെയിൻ്റ് അടിച്ചിലൊക്കെ കഴിഞ്ഞ് ഡോറുകളൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പെയിൻ്റ് അടിച്ചതാണ്, അപ്പോൾ അത് ഇങ്ങനെ തുറന്ന് വെക്കാൻ പറഞ്ഞിട്ട് അവർ. അപ്പോൾ അതൊക്കെ അങ്ങനെ കഴിഞ്ഞ് അവർ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പെയിൻ്റ് അടിക്കാൻ. അങ്ങനെ വീടിൻ്റെ ഉള്ളൊക്കെ ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടോ. ഇനി ജനലുകളും വാതിലുകളും ഒക്കെ അങ്ങനെ പെയിൻറ്റ് മാറ്റി ഒന്ന് അടിക്കാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഫിദമോൾ പുറത്ത് കളിക്കാൻ പോയാണ്ട് കാലുമ്മ മുറിയായിട്ട് ആയി എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടം പറച്ചിലും കരച്ചിലൊക്കെയാണ് കേട്ടോ. മുറിമൊക്കെ നോക്കും, പിന്നെ കരയും, അത് മുറി വീണു പറഞ്ഞാണ്ട് അങ്ങനെ സങ്കടം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. വരുന്നവരോടും പോണവരോടും എല്ലാവരോടും അത് പറയുന്നുണ്ട് മുറിയായിന്ന്. സ്കൂളിൽ പോകാൻ ചുറ്റുവട്ടത്തുള്ള കുട്ടികളൊക്കെ ഓട്ടോ കയറാൻ ഇവിടെ വരും. അവരോടടക്കം എല്ലാവരോടും പറയുന്നുണ്ട് കേട്ടോ കാൽമ മുറിയായത്. അങ്ങനെ ഇന്നത്തോടുകൂടി നമ്മൾ പെയിൻ്റ് അടിയൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ദിവസമായതുകൊണ്ട് അവർക്ക് ബിരിയാണിയൊക്കെ വെച്ച് കൊടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവർ പോയത് കേട്ടോ പണിക്കാർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.